ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പോൾ പിന്നെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അരിക്കണ്ടൻ്റ് ആണ്. സോ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ മല്ലു ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ഡിവോഴ്സ് ആയതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അവസാന പോർഷനിൽ ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാവേ. എന്താണെങ്കിലും രണ്ടാളുകൾക്ക് മുന്നോട്ട് ഇനിയും അടിപൊളിയായിട്ടുള്ള ലൈഫ് തന്നെ മുന്നോട്ടുണ്ടാവട്ടെ എന്നുള്ളത് വിചാരിക്കുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ പോലും ഇനി എന്തുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു, നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇനി നാളുകളിൽ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, മറുപടി പറയണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇതിങ്ങനെ വീണ്ടും പറയേണ്ടി വന്നു, അങ്ങനെ ചെയ്യേണ്ടി വന്നു. വീണ്ടും സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കരിക്കുള്ള കണ്ടന്റ് അടുത്തൊരു കോൺട്രവേഴ്സി ആയി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇനി നാളുകളിൽ അങ്ങനെ വരാണ്ടിരിക്കട്ടെ. കേട്ടല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് മല്ലു ഫാമിലിയിൽ സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂട്യൂബിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതവിടെ നിർത്തിയത്. കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇത് നമുക്കറിയാം. ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇത് ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഇന്നൊരു സാഹചര്യം കൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഈ ഒരു വ്യക്തി കാരണം പൊന്നൂസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് താൻ കാരണമാണ്, അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കോൺട്രവേഴ്സിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനും താല്പര്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യകത പോലും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ തന്നെ ലാസ്റ്റ് ഇട്ട ആ ഒരു പോസ്റ്റിനകത്ത് എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു സാധനമാണ്. ആയിക്കോട്ടെ, പുള്ളിയുടെ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന ഒരു സാധനമായിരിക്കാം. പുള്ളിയുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് പറഞ്ഞിട്ട് ആ ഒരു ടൈറ്റിൽ തംബ്നെയിലിൽ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു പോർഷൻ എനിക്ക് അങ്ങോട്ട് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം. ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പം പിന്നെ നിങ്ങൾ പരസ്പര റെസ്പെക്റ്റോടുകൂടി തന്നെ ഇത്തരത്തിൽ പിരിയാന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നൊരു സംഭവമാണ്. ഇത്തരത്തിൽ ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, ഭർത്താവ് ഭാര്യനെ തീർത്തുള്ള ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ശരിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബ്രോ, നിങ്ങളിത് എന്താണ് പറഞ്ഞേക്കുന്നത്? അങ്ങനൊരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ പിരിഞ്ഞേക്കുന്നത്. ഇങ്ങനെ പിരിഞ്ഞതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ ഡിവോഴ്സ്ഡ് ആയില്ല എന്ന് സപ്പോസ് ഡിവോഴ്സ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുമോ? ഭാര്യനെ തീർത്ത് കളയുക, അല്ലെങ്കിൽ ഭാര്യ വിഷം കൊടുത്ത് ഇല്ലാണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യം അവിടെ സംഭവിക്കുമോ? എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു 2 പേര് തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അവർ തമ്മിൽ പിരിയുക എന്നുള്ളത്. വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര റെസ്പെക്റ്റോടുകൂടി തന്നെ പിരിയുക എന്നുള്ള ആ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.
രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ രണ്ടുപേർക്കും ഇന്നലകളിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്നെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റിൽ പിരിയുക എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ടൊരു ഓപ്ഷൻ ഭാര്യ ഭർത്താവിന് വിഷം കൊടുക്കുക, ഭർത്താവ് ഭാര്യനെ തീർത്തുകളെ, ഇങ്ങനൊരു ഓപ്ഷൻ അവിടെ ഇല്ല ബ്രോ. ദയവ് ചെയ്ത് ഈ ഒരു കാര്യം വളരെ നോർമലായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് പറയേണ്ടത്. കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പം ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേനെ എന്ന് പറയുമ്പോൾ എന്താണ് ബ്രോ നിങ്ങൾ ഈ പറയണത്? ഇനി ബാക്കി കേൾക്കാം. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയാണ്, ഇനിയിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വേറെ ആരും ഈ ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയണേ, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെന്നെ അറിയിച്ചു. അപ്പം ഞാൻ പറയുകയാണ്, ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകളാക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോവാൻ ഒരു താല്പര്യമില്ല. അപ്പം ഇനി ബ്രോ സീരിയസ്ലി പറയണം, അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് അരിക്കുള്ള ഒരു കണ്ടന്റുകൾ മാത്രമാണ്. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഹാപ്പി സാഡ് ഈ സാധനങ്ങളെല്ലാം ആളുകളുടെ മുന്നിലോട്ട് ഒരു പ്രദർശന വസ്തുവായിട്ട് അത്തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടെത്തിച്ചേക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനുശേഷം ഇപ്പം നിങ്ങൾ പിരിയുന്ന ഈ ഒരു അവസരത്തിൽ വീണ്ടും ആളുകൾക്കിടയിലോട്ട് അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക തന്നെയാണ്. നിങ്ങൾ തന്നെ കഴിഞ്ഞ പോസ്റ്റിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പോലും സംസാരിക്കില്ല എന്ന് പറയണമെങ്കിൽ സംസാരിക്കരുത്. ഇപ്പം നിങ്ങൾ കാരണം പറയുന്നത് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാം വന്ന് പബ്ലിക് ആക്കിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു അവിഹിതം എന്ന നിലയിൽ ടൈറ്റിൽ ഇട്ടിട്ട് ഇപ്പം എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, തനിക്ക് പറ്റിപ്പോയ തെറ്റുകളാണ്. പക്ഷെ അതിൻ്റെ പേരിലൊക്കെ ആളുകൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നത് ഒക്കെ തന്നെ നിങ്ങൾ വരുത്തി വെച്ചേക്കുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പം ഇന്നലകളിൽ ചെയ്തു പോയിരിക്കുന്ന നമ്മുടെയൊക്കെ ഒരു പേഴ്സണൽ ലൈഫിലുണ്ടാവുന്ന നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്കെല്ലാവർക്കും തെറ്റുകൾ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ പുറകിൽ പുറത്ത് പറ്റുന്ന തെറ്റുകൾ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്കത് തിരുത്താൻ പറ്റും. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കൊണ്ട് ഡംപ് ചെയ്ത് കൊണ്ടിട്ടിട്ട് ഇപ്പം നിങ്ങൾ മുമ്പ് ഈ പറയുന്ന വീട്ടിൽ ആ ഒരു പ്രാങ്ക് വീഡിയോ പലതും ഉണ്ടല്ലോ, അതായത് അമ്മായിയമ്മ മരുമകൾ ഒരു വിഷയം അങ്ങനെ ഒരു സാധനമൊക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിൽ നിങ്ങളുടെ ചാനലിൽ അങ്ങനെ ഒരു സാധനമൊക്കെ റൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ ഇതിനൊക്കെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവച്ച് ആൾക്കാരുടെ മുന്നിലോട്ട് പിച്ച് ചെയ്യുന്ന നിങ്ങൾ തന്നെ ഇന്നലകളിൽ കൊണ്ടിട്ടേക്കുന്ന സാധനമായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോൾ നിങ്ങൾ ദയവ് ചെയ്താന്ന് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിനെ അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഒരു ഇമോഷൻ്റെ പുറത്ത് നിങ്ങളത് പറഞ്ഞപ്പോഴത്തേക്കിന് ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ ആ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ പൊന്നൂസ് ആ ഒരു വ്യക്തിയുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ അന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് നാട്ടുകാരല്ല ചിന്തിക്കേണ്ടുന്നത് അല്ലേ? ഇപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ സാധനങ്ങൾ പബ്ലിക്കിൽ കൊണ്ടെത്തിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വീട്ടിലെ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ പോലും വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് എല്ലാവരെയും അറിയിക്കുക, ആ ഒരു ഇതിലോട്ട് പോകുന്ന പറഞ്ഞത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലോട്ട് ഒരു തേർഡ് പേഴ്സൺ അങ്ങനെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ അറിഞ്ഞു അറിയാതെ നിങ്ങൾ പലരെയും കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇനിയിപ്പം ഈ പറഞ്ഞ നെഗ് കുറച്ച് സാധനങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇച്ചായൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അതിലോട്ട് നമ്മൾ സംസാരിക്കണില്ല. ഇതെല്ലാം നിങ്ങൾ വരുത്തി വെച്ചതുമാണെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പമാണ്, അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം ഇതാക്കും. കുട്ടികളുടെ കാര്യത്തിനും കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അവളെ വിളിക്കാതിരിക്കുക ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല, വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്, ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവൾ തമ്മിലില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക, പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ശത്രുക്കളായിട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അടിപിടി പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തേക്ക് പോവാതെ നമ്മൾ തന്നെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്, അത്രേ ഉള്ളൂ. പുള്ളി ഇവിടെ ആവർത്തിച്ച് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ടൊന്നും പോവാതെ. ബ്രോ അങ്ങനത്തെ നമുക്കിപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും അത്ര അടിപൊളിയോ ഹാപ്പിയൊന്നും ആയിരിക്കത്തൊന്നുമില്ല. ഈ പറയുന്ന പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ
അതിനകത്ത് നിങ്ങൾ വന്നിട്ട് പിന്നീട് ഇപ്പം ഞങ്ങൾ പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേനെ എന്നുള്ളൊരു നിലയിലോട്ട് വന്നു. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ബ്രോ. അങ്ങനെ ഒരു കാര്യത്തെ വളരെ നോർമലായിട്ട് ഒരിക്കലും പറയാതിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഈ ഒരു വ്യൂവർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നോർമലായിട്ട് ആ രീതിയിൽ ഒക്കെ ഇങ്ങനെ സംഭവിച്ചതിനെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ദയവേത് പറയാണ്ടിരിക്കാം. പിന്നെ എപ്പോഴും അച്ഛനും അമ്മയും ഇത്തരത്തിൽ ഡിവോഴ്സ് പിരിയുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് മക്കൾ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു മ്യൂച്വലി ആ ഒരു മക്കളെ അത്രത്തോളം ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റട്ടെ എന്നുള്ളത് തന്നെ ഞാനും പറയാനുള്ളൂ. ഒരിക്കലും അവർക്ക് ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ബാക്കി കേൾക്കാം. ഇനി ദയവ് ഇതിനെ പറ്റിയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നടക്കരുത്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇനി ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിൽ സംസാരിക്കില്ല. ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യില്ല. ഓക്കെ ബ്രോ, ഇതിനകത്ത് ഇനിയും ചെയ്യില്ല ഇതൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളോട്ട് നിങ്ങൾ ഇനി ഓരോന്ന് കൊണ്ട് ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ ഇനി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും വെറും അരിക്കണ്ടന്റുകൾ മാത്രമാണ്. ഓക്കെ, ഇവിടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. ഇനി ഇതിനകത്ത് പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനൊക്കെ ഓഫ് ചെയ്തിട്ട് പുള്ളി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിലും പൊന്നൂസ് പുള്ളിക്കാരി അങ്ങനെ ഒരു കമന്റ് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്ന ആ കമന്റോട് ഞാൻ വായിക്കാം. വി ബോത്ത് ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് മിസ്സിംഗ് ഇൻ അവർ റിലേഷൻഷിപ്പ്, സോ വി ചൂസ് ടു വാക്ക് സെപ്പറേറ്റ് പാത്സ്. This decision is better for my mental health and for our children too. As I have already said, we will always remain in each other's hearts, but no longer in each other's lives. These are my last and final words about our separation. I kindly request everyone to give us space to heal from this pain. I am no longer a part of Mallu family. I hope that at least once we were able to make you all smile together. This will be my final comment on the Mallu family channel. Thank you so much everyone for your love and blessings. എന്താണെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെ നമ്മളും പറയുന്നത്. പക്ഷേ വീണ്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആളുകൾ അഭിപ്രായം പറയും, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ സംസാരിക്കും. പിന്നെ ഇത് ഫോർച്യൂണർ ലോഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ വരുമല്ലോ. ഇവിടെ സുജിൻ ബ്രോ തന്നെ പറയുന്നുണ്ട് ഇത് അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടല്ല, ഞാനിപ്പോൾ മോണിറ്റൈസേഷൻ ഒന്നും ഇപ്പോൾ യൂട്യൂബിൽ അധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. യൂട്യൂബിൽ വീഡിയോസ് ഇപ്പം ഷോർട്സ് ഇടുന്നത് പോലും ആ ഒരു മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇനി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ നിങ്ങൾ വീണ്ടും അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് മാത്രമേ നമ്മളിലോട്ട് ഈ ഒരു സംഭവം എത്തുകയുള്ളൂ എന്നുള്ളത് മാത്രം എല്ലാവരും മനസ്സിലാക്കുക. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.